വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 6ാം ക്ലാസ്സിലെ മാത്സിൻ്റെ രണ്ടാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ ഫ്രാക്ഷൻ ഇൻ വേരിയസ് ഫോംസ്, ഒരു ഭിന്നം പല രൂപം എന്ന് പറയുന്നത്. അതിൻ്റെ നമ്മൾ 3-4 പാർട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങളതൊന്ന് കയറി കാണണേ. ഇന്ന് നമ്മൾ ലാസ്റ്റ് പാർട്ടാണ് അതിൻ്റെ ഇടുന്നത് കേട്ടോ. അപ്പം ആ പാഠത്തിനകത്തിൽ മൊത്തം പറയുന്നത് വെച്ചാൽ ഫ്രാക്ഷനെ കുറിച്ചാണ്. അതിനകത്തിലും വരയ്ക്ക് മുകളിൽ തരുന്നത് ന്യൂമറേറ്ററും വരയ്ക്ക് താഴെ തരുന്ന ഡിനോമിനേറ്ററും കുഞ്ഞുങ്ങളെ, അതായത് അംശവും ഛേദവുമാണ് കേട്ടോ. ഞാൻ നിങ്ങളുടെ എല്ലാം കമൻറ്റ് കാണുന്നുണ്ട് കുഞ്ഞുങ്ങളെ കേട്ടോ. ഒരു ഭിന്നസംഖ്യ മുഴുവൻ വസ്തുവിൻ്റെയും ഭാഗത്തെ പ്രതിനിധീകരിക്കാൻ ഉപയോഗിക്കുന്നു. ഒരു ഭിന്നസംഖ്യയ്ക്ക് 2 ഭാഗങ്ങളുണ്ട്, അംശവും ഛേദവും. ഈ ഒരു വരി അറിഞ്ഞിരുന്നാൽ മതി കുഞ്ഞുങ്ങളെ. ഒരു ഭിന്നസംഖ്യ അല്ലെങ്കിൽ ഫ്രാക്ഷൻ എന്ന് പറയുന്നതിന് 2 ഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും, അല്ലെങ്കിൽ അംശമെന്നും ഛേദമെന്നും. അതെന്തുവാണെന്ന് നമ്മൾ പഠിച്ചതാണ്. ഓക്കെ ആണല്ലോ. ഇനി അതിൻ്റെ നോക്കിയേ, നമ്മൾ ടൈപ്പ് ഓഫ് ഫ്രാക്ഷൻ കുറേ പറഞ്ഞായിരുന്നു അല്ലേ. അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. റഫായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഈ ടൈപ്പ് ഓഫ് ഫ്രാക്ഷനകത്തിൽ നമുക്ക് പഠിക്കേണ്ടത് ഇക്വലൻ്റ് ഫ്രാക്ഷനാണ് കേട്ടോ. ഇതാ ഇക്വലൻ്റ് ഫ്രാക്ഷൻ, തുല്യ ഭിന്നങ്ങൾ, തുല്യമായ. നോക്കി കുഞ്ഞുങ്ങളെ, ഇവിടെ ഇത് മൊത്തത്തിൽ ഇത് 2ൽ 1 ഭാഗം, ഇത് 2ൽ 1 ഭാഗം, ഇത് മൊത്തം ഉള്ളതിൽ 4 തുല്യ 4 ഭാഗങ്ങളുണ്ട്. അതിലൊരു ഭാഗം, ഒരു ഭാഗം, ഒരു ഭാഗം, ഒരു ഭാഗം, 4ൽ 1 ഭാഗം, 4ൽ 1 ഭാഗം, അങ്ങനെയൊക്കെ അല്ലേ. ഇത് നോക്കിയാൽ നമ്മൾ 3ആയിട്ട് മുറിച്ചു. അത് 3ൽ 1 ഭാഗം, 3ൽ 1 ഭാഗം, 3ൽ 1 ഭാഗം എന്നിങ്ങനെ. ഈ പടം കാണുമ്പോഴേ നമുക്കറിയാം അല്ലേ. അങ്ങനെ ആയപ്പോൾ ഇത് നോക്കിയാൽ മൊത്തം എത്ര എണ്ണം ഉണ്ടെന്നുള്ളതാണ് ഈ താഴെ തരുന്നത് കേട്ടോ. ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം എന്ന് പറയുന്നത് മൊത്തം എണ്ണത്തിനെയാണ്. 1, 2, 3, 4, 5, 6, 7, 8 എണ്ണം ഉണ്ട് മൊത്തം. ആ 8 എണ്ണം കുഞ്ഞുങ്ങളെ താഴെ എത്രയാണോ നമ്മൾ കളർ കൊടുക്കുന്നത് കേട്ടോ. ഞാൻ ഇച്ചിരി സ്പീഡിൽ പോകുന്ന എന്തിനാണെന്നറിയോ, നമുക്കിന്ന് ലാസ്റ്റ് ഭാഗമാണ് എടുക്കേണ്ടത്, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ അതിൽ എത്ര ഭാഗമാണ് എന്നുള്ളതിനാണ് 4/8 എന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം നമ്മൾ ലിങ്കിൽ ഇട്ടതാണ് കുഞ്ഞുങ്ങളെ. എന്നാലും മൊത്തം ഒന്ന് ഓടിച്ചിട്ട് പറയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ കണ്ടോ. ഈക്വലൻ്റ് ഫ്രാക്ഷൻ്റെ എളുപ്പവഴി നമ്മൾ പറഞ്ഞായിരുന്നു. എങ്ങനെയാവും നിങ്ങളെ ഈക്വലൻ്റ് ഫ്രാക്ഷൻ്റെ? എന്താണ് ഈക്വലൻ്റ് ഫ്രാക്ഷന്? എന്താവും ഞങ്ങളെ നാണ്ട നോക്കിക്കേ. ഏത് ഭിന്നസംഖ്യയുടെയും അംശത്തെയും ഛേദത്തിനെയും നമ്മൾ ഒരേ എണ്ണൽ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ ആ ഭിന്നസംഖ്യയുടെ തന്നെ ഒരു രൂപം കിട്ടുവന്ന അല്ലേ. ഇഫ് വി മൾട്ടിപ്പിൾ ബോത്ത് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഓഫ് എനി ഫ്രാക്ഷൻ ബൈ ദ സെയിം നമ്പർ വി ഗെറ്റ് ആൻ ഈക്വലൻ്റ് ഫ്രാക്ഷൻ. അതായത് ഇങ്ങനെ നോക്കിയോ നിങ്ങളെ, നമുക്കിപ്പോൾ 2/3 എന്ന് പറയുന്ന ഒരു ചോദ്യം തരികയാണ്. അതിനെ നമ്മൾ നോക്കിയ മുകളിലും താഴെയും 1 ഇട്ട് ചെയ്തു. ഇനി മുകളിലും താഴെയും 2 ഇട്ട് ചെയ്തു. മുകളിലും താഴെയും, അതായത് അംശത്തിനെയും ഛേദത്തിനെയും അല്ലെങ്കിൽ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററെയും ഒരേ സംഖ്യ കൊണ്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈക്വലൻ്റ് ഫ്രാക്ഷൻ. ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അടുത്തത് അതിൻ്റെ കുറേ എക്സാമ്പിൾ ഞാൻ തന്നായിരുന്നു. 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പവഴിക്ക് വേണ്ടി എന്താണ്, മുകളിൽ തരുന്ന സംഖ്യ എന്ന് വെച്ചാൽ അതിൻ്റെ ടേബിൾ പോവുക, താഴെ തരുന്ന സംഖ്യ എന്ന് വെച്ചാൽ അതിൻ്റെ ടേബിൾ എഴുതുക. ഇതൊക്കെ ഒരു എളുപ്പവഴി പറഞ്ഞു തന്നേ. പേജ് നമ്പർ 24 ചുവടെ പറയുന്ന ഭിന്നസംഖ്യകൾ കണ്ടുപിടിക്കുക. ഇതിൻ്റെ 1/2ൻ്റെ 24 ഛേദം വരുന്ന, 24 ഡിനോമിനേറ്റർ വന്നാൽ ഇപ്പോൾ 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നോക്കണേ കുഞ്ഞുങ്ങളെ. ഛേദം അല്ലെ ഡിനോമിനേറ്റർ ആണ് നമുക്ക് തന്നിരിക്കുന്നത് 24. അപ്പം നമ്മൾ ഈ തന്നിരിക്കുന്നത് നോക്കുക. ഇവിടാണ് നമുക്ക് തരാത്തത് അല്ലേ. അപ്പം തന്നിരിക്കുന്ന സംഖ്യ നോക്കുക. ഇവിടെ തെറ്റരുതേ. തന്നിരിക്കുന്നത് ആരാ? ഇവിടെ 2ഉം 24ഉമാണ്. 2ൻ്റെ കൂടെ എത്ര ഇൻറ്റു ചെയ്യുമ്പോഴാണ് അല്ലെ എത്ര ഗുണിക്കുമ്പോഴാണ് നമുക്ക് 24 വരുന്നത്? 12 ആണ് കേട്ടോ. ആ 12 നമ്മൾ എന്ത് ചെയ്യും? മുകളിലും കൊടുക്കാവൂ. ഇവിടെ എന്താണോ അതാണ് ഇവിടെയും, ഇവിടെ എന്താണോ അതാണ് ഇവിടെ കേട്ടോ. അപ്പോൾ 1 × 12 12 കേട്ടോ. ഇതിനെ നമ്മൾ വീണ്ടും ചെറുതാക്കാം. അങ്ങനെ നമ്മൾ പഠിച്ചു അല്ലേ. സിംപ്ലസ്റ്റ് ഫോം അല്ലെ, ലഘൂകരിക്കുക അല്ലേ. സ്മാളസ്റ്റ് ഫോം, സിംപ്ലസ്റ്റ് ഫോം എന്നോ ലോവസ്റ്റ് ഫോം എന്നോ ലഘൂകരിക്കുക. നോക്കൂ നിങ്ങളെ, 12 24 ഏതിൻ്റെ ടേബിളിൽ വരും? അതല്ല, നിങ്ങൾക്ക് ടേബിൾ അറിയത്തില്ലെങ്കിൽ പകുതി വെച്ചേലും എഴുതാൻ അറിയണം. 12ൻ്റെ പകുതി എത്ര? 6. 24ൻ്റെ പകുതി എത്ര? 12. നോക്കി, 6നെ വീണ്ടും നമുക്ക് ചെറുതാക്കാം. 6ൻ്റെ പകുതി 3 അല്ലേ. 12ൻ്റെ പകുതി 6. 3നെ വീണ്ടും നമുക്ക് ചെറുതാക്കാൻ പറ്റുമോ? ഇല്ല. 3ഉം 6ഉം ഏതിൻ്റെ ടേബിളിൽ വരും? 3ൻ്റെ ടേബിളിൽ വരും. ഒരു 3 3 2 3 6. നമുക്ക് 1/2 എന്ന ആൻസർ ആയിരിക്കും ഏറ്റവും അവസാനം കിട്ടുന്നത് കേട്ടോ. ഇവിടെ നമ്മളോട് ചോദിച്ചു ഇത് ലോവസ്റ്റ് ഫോം എന്ന് കാണിച്ചതേ ഉള്ള കുഞ്ഞുങ്ങളെ. ഇവിടെ നമ്മളോട് ചോദിച്ചാൽ എന്താ? 24 ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം വരുന്ന സംഖ്യ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അംശം എത്ര ആണെന്ന് അതെല്ലാം നമ്മൾ ചെയ്തതാണ്. നിങ്ങൾ ആ കഴിഞ്ഞ പാർട്ട് ഒന്ന് എടുത്ത് കാണണേ, അഥവാ കണ്ടില്ലെങ്കിൽ കാണണേ കുഞ്ഞുങ്ങളെ കേട്ടോ. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ പേജ് നമ്പർ 25 ചോദ്യം നോക്കിയേ. ചുവടെ പറഞ്ഞ സംഖ്യാജോഡികളുടെ ഒരേ ഛേദമുള്ള 3 രൂപം കണക്കാക്കുക. ഒരേ ഛേദം വരണം. ഇവിടെ 1/2ഉം 1/3യും 2 സംഖ്യ നമുക്ക് തന്നിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. അപ്പോൾ മുമ്പ് നമ്മൾ പറഞ്ഞ രീതി അനുസരിച്ച് അതിൻ്റെ ടേബിൾ അതുപോലെ അങ്ങ് പറക്കി എഴുതുക. നോക്കിക്കേ, 1/2ഉം 1/3 എഴുതുമ്പോൾ ഒരേ ഛേദം നോക്കിയേ. ഇവിടെ ഒരു 6 വന്നിട്ടുണ്ട്, ഇവിടെ ഒരു 6 ഉണ്ട് അല്ലേ. ഇവിടെ ഒരു 12 വന്നിട്ടുണ്ട്, ഇവിടെ ഒരു 12 ഉണ്ട്. ഇവിടെ ഒരു 18 വന്നിട്ടുണ്ട്, ഇവിടെ ഒരു 18 വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരേപോലെ വന്നത് ഏതൊക്കെയാണെന്ന് നോക്കിക്കേ.
6ൻ്റെ ടേബിൾ താഴെയും 3ൻ്റെ ടേബിൾ മുകളിലുമാണ് വന്നത് അല്ലേ. നോക്കിയേ കുഞ്ഞുങ്ങളെ, രണ്ടും ഒരുപോലെയല്ലേ വന്നത്. അപ്പോൾ എന്താ, ഇതൊരു 6ൻ്റെ മൾട്ടിപ്പിൾ ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദവും വന്നു, 2ൻ്റെ ടേബിൾ ന്യൂമറേറ്ററും വന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി. അതുപോലെ തന്നെ 1/2ൻ്റെയും 1/4ൻ്റെയും ചെയ്യാൻ എഴുതുമ്പോൾ നമുക്ക് 4ൻ്റെ മൾട്ടിപ്പിളാണ് നമുക്ക് കിട്ടിയത് കേട്ടോ. അതൊക്കെ നമ്മൾ ചെയ്തതാണ്. 1/3യും 1/4ൻ്റെയും നമുക്ക് എഴുതുമ്പോൾ 12ൻ്റെ ടേബിളാണ് നമുക്ക് കിട്ടിയത്. അതൊക്കെ നമ്മൾ ചെയ്തതാണ്. ഇനി 1/3ന് 10, 100, 1000 നോക്കൂ നിങ്ങൾ, ഒരിക്കലും അത് കിട്ടത്തില്ല കേട്ടോ. നമ്മൾ എത്ര കടന്ന് ചെയ്താലും എന്താ 1/3നെ 10, 100, കാരണം എന്താണ്, ഇത് ഓഡ് നമ്പറാണ് അല്ലേ. 3 എന്ന് പറയുന്നത് എന്താ 10, 100, 1000 ഒരു കാരണവശാലും വരത്തില്ല കേട്ടോ. അത് ഡിനോമിനേറ്റർ 10, 100, 1000 വെച്ച് നമുക്ക് കിട്ടത്തില്ല. പിന്നെ നമ്മൾ പേജ് നമ്പർ 26 പിന്നെ എന്താ ബോക്സ് ഇട്ടിട്ട് അതെ, പേജ് നമ്പർ 26 ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു കണ്ടോ. ഇവിടെ 2/3യെ നമ്മൾ 4 മൾട്ടിപ്പിൾ ചെയ്യേണ്ട സംഖ്യ 4 അല്ലേ. ആ 4 വെച്ച് ചെയ്യുമ്പോൾ എല്ലാം ഞാനിവിടെ ചെയ്ത് കാണിച്ചതായിരുന്നു. 4 വെച്ച് ചെയ്തപ്പോൾ 8, ന്യൂമറേറ്റർ 8ഉം ഡിനോമിനേറ്റർ 12 കേട്ടോ. നിങ്ങൾ ആ പാർട്ട് ഞാൻ ഈ പറയുന്നെങ്കിലും പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്നും പറഞ്ഞാൽ നിങ്ങളെ ഇട്ടേക്കുന്നത്. അഥവാ നിങ്ങൾക്ക് ഇപ്പോൾ പാർട്ട് 1 എടുക്കാൻ പറ്റിയില്ല അല്ലെ 2 എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ചാനൽ ഓൺ ആക്കിയിട്ട് അതിനകത്ത് നിങ്ങൾ എന്താ സെർച്ച് ചെയ്താൽ എന്ന് വെച്ചാൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി നിങ്ങൾ. അതിനകത്തിൽ എല്ലാം കിടപ്പുണ്ട് കേട്ടോ. നിങ്ങളുടെ എന്താ 8ാം ക്ലാസ്സിൻ്റെ എല്ലാം ഇടുന്നുണ്ട്, 7ൻ്റെ നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചത് എല്ലാം ഇട്ടിട്ടുണ്ട്, 6ാം ക്ലാസ്സിൻ്റെ ഇപ്പം നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പഴയ പുസ്തകത്തിൻ്റെ എല്ലാം കിടപ്പുണ്ട് നിങ്ങളെ. ഇത് പുതിയ പുസ്തകമാണ്, അതിൻ്റെ പുതിയ പുസ്തകത്തിൻ്റെ നമ്മൾ ഓരോ ദിവസവും ഇന്നും ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ 5ാം ക്ലാസ്സിൻ്റെ ഫുൾ നോട്ടും കിടപ്പുണ്ട്. അപ്പോൾ എന്ത് വേണമെങ്കിലും നമ്മുടെ ചാനലൊന്ന് നോക്കണം കേട്ടോ. ഇങ്ങനെ നിങ്ങൾ മുകളിലോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഏതാണോ വേണ്ടുന്നത് അതെടുത്ത് വെച്ച് പഠിക്കണം. ഇപ്പം മാത്സിൻ്റെ പാർട്ടായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സിമ്പിളസ്റ്റ് ഫോം അല്ലെങ്കിൽ ലോവസ്റ്റ് ഫോം എന്ന് മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ കുഞ്ഞുങ്ങൾ. ഇപ്പോൾ 10/15 എന്ന് വെച്ചാൽ 10ഉം 15ഉം ഏതിൻ്റെ ടേബിളിൽ വരുന്നുണ്ട് നമുക്കറിയാം. ആകെ അറിയാവുന്ന 5ൻ്റെയും 2ൻ്റെയും ഒക്കെ ടേബിളാണ് ഇല്ലയോ. ഇപ്പം നിങ്ങളുടെ മുഖം ചിരിക്കുവാന്ന് എനിക്കറിയാം ഇല്ലയോ, സത്യം ഇല്ലയോ. ആകെ അറിയാവുന്ന നമുക്ക് 5ൻ്റെയും 2ൻ്റെയും ടേബിളാണ് അല്ലേ. ബാക്കിയുള്ളതൊക്കെ ഇച്ചിരി പാടാ. ഓക്കെ നോക്കൂ നിങ്ങളെ, 10/15 അല്ലേ, അത് 5ൻ്റെ ടേബിളിലാണ് വരുന്നത്. കാരണം 15 2ൻ്റേത് പറ്റത്തില്ല, പറ്റുമോ ഇല്ല. അപ്പോൾ എന്താ 5ൻ്റെ ടേബിളാണ്. 2 × 5 15ആണ്, 3 × 5 15ആണ്. അപ്പോൾ എന്താ ഈ പൊതുവായിട്ട് വരുന്നതിനെ അങ്ങ് മാറ്റിയാൽ പിന്നെ 2/3 ആണ് ഇവിടുത്തെ ആൻസർ അല്ലേ. അങ്ങനെ നമ്മൾ കുറേ ഹോംവർക്കുകളൊക്കെ തന്ന് ഞാൻ കണ്ടു കുഞ്ഞുങ്ങളെ. ഹോംവർക്ക് ഞാൻ കണ്ടു ഇതിൻ്റെ 32 ഇതിൻ്റെ എല്ലാം നമ്മൾ ചെയ്തതാണ്. കാരണം അത്രയും നമ്മുടെ സമയം പോകും, നമുക്കിന്ന് പുതിയതായിട്ട് പഠിക്കണ്ടേ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഹരണ കണക്കുകൾ എന്നുള്ളതാണ്. എന്താ നിങ്ങളെ, ഹരണ കണക്കുകൾ. ഹരണം എന്ന് വെച്ചാൽ എന്താ, ഡിവിഷൻ അല്ലേ. ഡിവിഷനിലുള്ള കണക്കുകളാണ് ഇന്ന് നമ്മൾക്ക് ചെയ്യാൻ പോകുന്നത്. പേജ് നമ്പർ എത്ര കുഞ്ഞുങ്ങളെ അതിൽ വരുന്നത്, നമ്മൾ ലോവസ്റ്റ് ഫോമൊക്കെ പഠിച്ചു, അതൊക്കെ അറിയാവേ. നല്ലപോലെ നോക്കണേ കുഞ്ഞുങ്ങൾ കേട്ടോ. ഹരണക്കണക്കുകൾ എന്ന് പറയുന്നത് പേജ് നമ്പർ 28 കേട്ടോ. പേജ് നമ്പർ 28 കുഞ്ഞുങ്ങൾ കേട്ടോ. പേജ് നമ്പർ 28 നമ്മൾ ചെയ്യുന്നത്. നോക്കൂ കുഞ്ഞുങ്ങളെ, ഹരണക്കണക്കുകൾ നല്ലപോലെ മനസ്സിലാക്കണം. ഇതുവരെ എല്ലാം ഓക്കെ ആണല്ലോ, ഒരു സംശയമില്ലല്ലോ. ഒന്നാമത്തെ ആംഗിൾസ് ഞാൻ 2 പാർട്ട് ഇട്ടിട്ടുണ്ട്. നല്ലപോലെ കയറി കാണണേ. നമ്മുടെ സ്കൂൾ തുറക്കുമ്പോൾ ടീച്ചർ ചെയ്യിപ്പിക്കുമ്പോൾ നിങ്ങൾ നല്ല വൃത്തിയായിട്ട് പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു ആംഗിൾ വരയ്ക്കാമെന്ന് നല്ല വൃത്തിയായിട്ട് വരച്ച് കാണിക്കണം കേട്ടോ. നല്ല ഗുഡ് ബോയ് ഗുഡ് ഗേളുമായിട്ട് വളരണം കേട്ടോ, നല്ല രീതിയിൽ. അതുപോലെ തന്നെ വൃത്തി മസ്റ്റാവും നിങ്ങളെ, വൃത്തിയായിട്ട് വേണം വരയ്ക്കാൻ. നമ്മളൊരു ഇപ്പോൾ 40 ഡിഗ്രി ഉള്ളൊരു ആംഗിൾ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയും ഒക്കെ വരയ്ക്കുമല്ല, അത് നല്ല രീതിയിൽ വൃത്തിയായിട്ട് വരയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ. വരച്ചു എന്ന് പറഞ്ഞുകൊണ്ടായില്ല, ആ വരയ്ക്കുന്നത് ഇപ്പോഴൊക്കെ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമല്ലേ, നിങ്ങളുടെ കോമ്പസ് എടുത്തിട്ട് എപ്പോഴും കോമ്പസിനേക്കാൾ ചെറിയൊരു പെൻസിൽ നല്ല രീതിയിൽ വെട്ടി ഒരുപാട് അങ്ങ് കൂർപ്പിക്കരുത് അല്ലേ. നമ്മളൊരു പെൻസിൽ വെട്ടാൻ പറഞ്ഞാൽ 2 ചായക്കുള്ള വിറവ് നമ്മൾ അവിടെ ഇറക്കും അല്ലേ. കാരണം അതിട്ട് കറക്കി 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 ഇല്ലേ, സത്യമല്ലേ, 2 ചായക്കുള്ള വിറവ് അവിടെ കാണും. അപ്പോൾ അങ്ങനെ ഇട്ടങ്ങ് കറക്കിക്കൊണ്ട് കാര്യമില്ല. അതിനാ നല്ല കൂർപ്പിച്ചങ്ങിരുന്നാലും നമ്മൾ വരച്ച് കഴിഞ്ഞാൽ അത് കീറി പോകത്തേ ഉള്ളൂ നിങ്ങളെ. അതുകൊണ്ട് അധികം അങ്ങ് കൂർപ്പിക്കണ്ട കേട്ടോ. അപ്പോൾ അതൊക്കെ ഇൻസ്ട്രോം ബോക്സ് മേടിച്ച് കാണും. എത്ര വീട്ടിൽ ബുദ്ധിമുട്ടാണെങ്കിലും എനിക്കറിയാം, ബുക്കും പുസ്തകവും നിങ്ങൾക്ക് മേടിച്ച് തരും. അപ്പോൾ ഇൻസ്ട്രോം ബോക്സിന് 100, 110, 150 രൂപയുള്ളൂ നിങ്ങളെ ഇൻസ്ട്രോം ബോക്സിന്, അത് മേടിച്ച് തരും. നിങ്ങൾ അതിനകത്തുള്ള ഇൻസ്ട്രുമെൻറ്റ് സൂക്ഷിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി. ഇൻസ്ട്രോം ബോക്സിനകത്തിൽ നിങ്ങൾ വൈറ്റ്നറോ എന്തെങ്കിലും വെച്ച് നിങ്ങളുടെ പേര് എഴുതിയിടുക. കാരണം ഇപ്പോൾ എല്ലാവർക്കും ഇൻസ്ട്രോം ബോക്സ് ഉണ്ട്, മിക്കവാറും ഉള്ളവർക്ക് എല്ലാം ഒരേപോലത്തെയൊക്കെ ആയിരിക്കും പേരും നാളും ഒക്കെ. അപ്പോൾ എന്താ, നിങ്ങൾ നിങ്ങളുടെ ഇതിൽ എന്തെങ്കിലും വെച്ചൊരു അടയാളം വെച്ച് കൊടുക്കുക. സ്കെയിലിലൊക്കെ ഒരു അടയാളം വെച്ച് കൊടുക്കുന്നത് നല്ലതാണ് അല്ലേ. അടുത്തിരിക്കുന്നവർക്കും അതേ കമ്പനിയാണെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറി അതിൻ്റെ പേരിൽ പിടിയൊന്നും നടത്തണ്ട. അപ്പോൾ എന്താ, അതൊക്കെ സത്യമായ കാര്യങ്ങളാവും നിങ്ങളെ ഇതൊക്കെ കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ ചെയ്യുക. ഞാൻ പറഞ്ഞു വന്നത് കോമ്പസിനേക്കാൾ ചെറിയ ഒരു പെൻസിൽ വേണം എപ്പോഴും ഇടാൻ
കേട്ടോ. ഇതൊക്കെ സത്യമായ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ പേജ് നമ്പർ 28 ഹരണ കണക്കുകളാവും. നിങ്ങളെ ഹരണം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാൻ, അതായത് ഭാഗിക്കാൻ അറിയണം, അതായത് ടേബിൾ അറിയണം. ടേബിൾ അറിയാമെങ്കിലേ ഭാഗിക്കാൻ അറിയാം. ഞാൻ കഴിഞ്ഞ വർഷം 5ാം ക്ലാസ്സിൽ പറഞ്ഞതാണ്, നമുക്ക് കണക്കെന്ന് കേട്ടാലേ അല്ലേ മാത്സ് നമ്മൾ ചെയ്യുമ്പോഴും നമുക്ക് ടേബിൾ അറിയണം കുഞ്ഞുങ്ങളെ, അല്ലാതെ ഒരു പണി നടക്കത്തില്ല കേട്ടോ. നമ്മുടെ ചോദ്യം നോക്കിക്കേ, 2 മീറ്റർ നീളമുള്ള ഒരു കയർ. ഹരണ കണക്കുകളിനകത്തിലെ ചോദ്യമാണ്, ടെസ്റ്റിലെ ചോദ്യം കേട്ടോ. പിന്നെ നമുക്ക് എക്സസൈസ് ചെയ്യാം. 2 മീറ്റർ ലെങ്ത്, ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് എന്താവും നിങ്ങളെ ലെങ്ത്, നീളമുള്ള ഒരു റോപ്പ് അല്ലെങ്കിൽ കയർ 3 ഈക്വൽ പാർട്ടായിട്ട് സമഭാഗങ്ങളാക്കിയാൽ 2 മീറ്റർ നീളമുള്ള ഒരു കയർ 2 മീറ്റർ ലെങ്ത്, 2 മീറ്റർ ലെങ്ത് ആണ്. അതിനെ നമ്മൾ 3 ഈക്വൽ പാർട്ടായിട്ടാണ്, 3 തുല്യ ഭാഗങ്ങളാക്കി അല്ലെ സമഭാഗങ്ങളാക്കിയാൽ ഓരോ കഷ്ണത്തിൻ്റെയും നീളം എത്ര, അങ്ങനെയാണെങ്കിൽ ഒരു പാർട്ട് എത്ര ആയിരിക്കും എന്ന് എങ്ങനെയാവും കുഞ്ഞുങ്ങളെ? അത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. എത്ര ആണ് നമ്മൾ 2 മീറ്റർ നീളമാണെങ്കിൽ എന്താ അത് 2 മീറ്റർ നീളമുള്ള കയറിനെ എത്ര മുമ്പ് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. അതാണ്ട് ഇപ്പം ഞാനൊരു ഈ കേക്കാണ് കുഞ്ഞുങ്ങളെ, ഇതിനെ ഞാൻ തുല്യ എത്ര പാർട്ടാണ് 4ആയിട്ട് ഞാൻ അങ്ങ് മുറിച്ചു. ഇതെത്ര എണ്ണം ഉണ്ടായിരുന്നു? ഒരു കേക്കിനെ എന്താവും നിങ്ങളെ ഞാൻ തുല്യ 4 ഭാഗങ്ങളായിട്ട് അങ്ങ് മുറിച്ചു. കണ്ടോ? അപ്പോൾ ഇതിനകത്തിൽ എത്ര പാർട്ടുണ്ട്? 1 2 3 4. അപ്പോൾ എത്ര എണ്ണം ഉണ്ട് എന്നതാണ് ഞാൻ താഴെ എഴുതേണ്ടത്, അതായത് ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദമായിട്ട് എഴുതേണ്ടത്. മനസ്സിലായോ? ഇതിനകത്ത് ഞാൻ ഈ ഒരു പാർട്ട് മാത്രം എടുത്ത് ഞാൻ കഴിച്ചു അല്ലേ, ഞാൻ എടുത്തു. അപ്പോൾ ഏതാ എത്ര ആണോ എടുത്ത് അത് മുകളിൽ കൊടുക്കുക. ഇതാണ് നടക്കുന്നത് അല്ലേ, ഇതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ, 2 മീറ്റർ നീളമുള്ള ഒരു കയർ കേട്ടോ. കയർ എന്ന് വെച്ചാൽ നീളമുള്ള ഒരു കയർ. ഈ കയറിനെ നമ്മൾ 3 സമഭാഗങ്ങളാക്കി അങ്ങ് മാറ്റി. 1 2 3 എണ്ണമായിട്ട് അങ്ങ് മാറ്റി. മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ. ഓരോ കഷ്ണത്തിൻ്റെയും നീളം അറിയാൻ നമ്മൾ എന്തോ എഴുതി? ഓരോ കഷ്ണത്തിൻ്റെ നീളം എന്ന് വെച്ചാൽ മൊത്തം എത്ര എണ്ണമാക്കിയാണ് നമ്മൾ മാറ്റിയത് കണ്ടോ, അത് താഴെ വേണം എഴുതാൻ. മൊത്തം എത്രയാക്കി മാറ്റി എന്നുള്ളതാണ് താഴെ എഴുതേണ്ടത്. ഇനി എത്ര എണ്ണം ഉണ്ട്, എത്ര മീറ്റർ ഉണ്ട് എന്നുള്ളത് മുകളിൽ. ഇത് തിരിഞ്ഞു പോകരുത് കേട്ടോ. ഇത് റഫായിട്ട് നിങ്ങളോടൊന്ന് ചോദിച്ചേ, ഇത് എങ്ങനെ എഴുതുമെന്നാ. ഓരോ കഷ്ണത്തിൻ്റെയും നീളത്തിനെ നമ്മൾ 2/3 അല്ലെ 3ൽ 2 മീറ്റർ എന്നാണ് എഴുതുന്നതെന്ന് കേട്ടോ. ഇത് റഫായിട്ട് നിങ്ങളുടെ ടെസ്റ്റിൽ ഒരു എണ്ണം തന്ന കുഞ്ഞുങ്ങളെ, ഇതിനെ നമ്മൾ എങ്ങനെ എഴുതും? നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിച്ചതാ. ഇതിനെ എങ്ങനെ എഴുതും? മനസ്സിലായോ? 2 മീറ്റർ നീളമുള്ള ഒരു കയറ് 3 സമഭാഗങ്ങളാക്കിയാൽ 2 മീറ്റർ ലെങ്ത് ഉള്ള ഒരു റോപ്പ് 3 ഈക്വൽ പാർട്സ് ആക്കിയാൽ ഓരോ പീസും അല്ലേ, ഈച്ച് പീസസിൻ്റെ ലെങ്ത് എത്രയാണ് കേട്ടോ. അത് റഫായിട്ടൊന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇത് തന്നെ 6 മീറ്റർ നീളമുള്ള ഒരു കയർ നോക്കണേ കുഞ്ഞുങ്ങളെ. 6 മീറ്റർ നീളമുള്ള ഒരു കയറ് അതിനെയും ഈക്വൽ ഭാഗമാക്കുക. 6 മീറ്ററാണ്. 6 മീറ്ററുള്ള ഒരു കയറിനെ നമ്മൾ തുല്യമായിട്ട് വീതിക്കണമെന്നുണ്ടെങ്കിൽ എന്തോ ഇതാ മതി കുഞ്ഞുങ്ങളെ. 6 മീറ്റർ നീളമുള്ള ഒരു കയറിനെ എത്ര 3 സമഭാഗങ്ങളാക്കിയാൽ കേട്ടോ. ബാക്കിയായിട്ട് ടെസ്റ്റിൽ അടിച്ചേക്കുക. 3 സമഭാഗങ്ങളാക്കിയാൽ 6/3 എത്ര? 2 അല്ലേ. 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും കുഞ്ഞുങ്ങളെ? 2. അങ്ങനെയാണെങ്കിൽ 15 മീറ്റർ നീളമുള്ള ഒരു കയറ് 3 സമഭാഗങ്ങളാക്കിയാലോ 15/3. ഇതിപ്പം ഞാൻ പറയുമ്പോൾ എളുപ്പമാണ്, പക്ഷേ ഇതിൻ്റെ ക്വസ്റ്റ്യൻ തരുമ്പോഴാണ് അല്ലേ. ഈ ഒരു ക്ലൂ ഓർത്ത് വെച്ചാൽ മതി. മൊത്തം എത്രയുണ്ട്, എത്രനെയാണോ ചെയ്യേണ്ടത് ആ ഒരു ക്ലൂ ഓർത്താൽ മതി കേട്ടോ. 15 മീറ്റർ നീളമുള്ള ഒരു കയറിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര? 5 പാർട്ട് കിട്ടും അല്ലേ, 5 ഭാഗങ്ങൾ. ആ ഒരു 30 ആണെങ്കിലോ 30 മീറ്റർ നീളമുള്ള ഒരു കയറിനെ 3 സമഭാഗങ്ങളാക്കിയാൽ എത്ര? 10 മീറ്റർ വെച്ച് കിട്ടും അല്ലേ. ഇല്ലയോ നിങ്ങളെ? 30 മീറ്റർ നീളമുള്ള, ഇതൊരു 30 മീറ്റർ നീളമുള്ള ഒരു കയറാണ് 30 അല്ലേ. ഇതിനെ ഞാൻ 3 സമഭാഗങ്ങളാക്കി മാറ്റി. 3 സമഭാഗങ്ങളാകുമ്പോൾ ഇവിടെ എത്ര? 10 10 10 എന്തരം അല്ലേ 30 ആവുന്നത്. ഇത് 3 കൂടെ കൂട്ടുമ്പോഴല്ലേ 30 ആവുന്നത്. അപ്പോൾ ഇവിടെ എത്ര വരും? 1 2 3 അല്ലേ. ഇത്രയേ ഉള്ളൂ. 30/10 10 വെച്ചല്ലേ. 10 10 10 10. ഇത് ടെസ്റ്റിലെ കണക്കാ, നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയാണ് കേട്ടോ. ഏത് എണ്ണൽ സംഖ്യയും ഇനി നോക്കണേ കുഞ്ഞുങ്ങളെ. അടുത്തത് ഏത് എണ്ണൽ സംഖ്യ, നമ്മുടെ കൗണ്ടിങ് നമ്പർ ഉണ്ടല്ലോ, എണ്ണുന്ന സംഖ്യ അല്ലേ, എണ്ണൽ സംഖ്യയും 1 കൊണ്ട് ഹരിച്ചാൽ ആ സംഖ്യ തന്നെ കിട്ടും. നാച്ചുറൽ നമ്പർ ആയാലും മതി കുഞ്ഞുങ്ങളെ കേട്ടോ. നാച്ചുറൽ നമ്പറോ കൗണ്ടിങ് നമ്പറെന്നോ കേട്ടോ എന്ത് പറഞ്ഞാലും, അതായത് നമ്മുടെ 1 2 3 1 2 3 ഇല്ലേ, അതങ്ങ് ഉദ്ദേശിച്ചാൽ മതി. ആ 1 2 3 എന്ന് പറയുന്നതേ
കണ്ട് ഇവിടെ നോക്കണേ കുഞ്ഞുങ്ങളെ, നമ്മുടെ ഇപ്പോൾ 1 എന്ന് വെച്ചാലേ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? 1/1 എന്നാണ്. മനസ്സിലായോ? ഇപ്പോൾ 2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 2/1 എന്നാണ്. ഈ ഒരു ക്ലൂ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കണം കേട്ടോ. ഇപ്പോൾ 10 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം 10/1 എന്നാണ് കേട്ടോ. 1000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 1000 ബൈ എന്ന് വെച്ചാൽ 1. ഈ ഒരു ക്ലൂ ഓർത്ത് വെച്ചിരിക്കണേ. ഓക്കെ ആണോ നിങ്ങളെ? കിട്ടുന്നുണ്ടോ? 1000/1. അപ്പോൾ നോക്കിയേ, അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇവിടെ പറയുക നിങ്ങളുടെ ടെസ്റ്റിലെ ചോദ്യമാണ്. ഇപ്പോൾ 1/1 എന്ന് വെച്ചാൽ 1നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 തന്നെയാണ് അല്ലേ? 2നെ നമ്മൾ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2/1 2 തന്നെയാണ്. ഏതൊരു സംഖ്യയെ 1 കൊണ്ട് ഹരിച്ചാലും കേട്ടോ, ഏതൊരു സംഖ്യയെ ഇപ്പോൾ 1 2 3 എന്ന് പറയുന്ന സംഖ്യയല്ലേ കുഞ്ഞുങ്ങളെ, അങ്ങനെയുള്ള സംഖ്യകളെ നമ്മൾ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഏത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം 1285 അല്ലെ 1285 എന്ന് പറഞ്ഞാൽ 1285/1 എന്നാണ് അർത്ഥം. ഇപ്പം പിടികിട്ടിയോ? ഇതിപ്പോൾ 1 2 ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഡൗട്ട് ഉണ്ടായി. ഏതൊരു സംഖ്യയോ ആയിക്കോട്ടെ, അതിനെ നമ്മൾ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്താ, ആ സംഖ്യ തന്നെയായിരിക്കും കിട്ടുന്നത് കേട്ടോ. ഇത് ടെസ്റ്റിലാണ്. എണ്ണൽ സംഖ്യകളെ ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതുക. നോക്കൂ നിങ്ങളെ, 1 എന്ന് പറഞ്ഞു, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ 1 എന്ന് പറയുന്നതിനെ നമ്മൾ എങ്ങനെ ഫ്രാക്ഷനിലോട്ട് എഴുതുമെന്ന്. നമ്മുടെ ചോദ്യം എന്താ? 1 എന്ന് പറയുന്നതിനെ നിങ്ങൾ ഫ്രാക്ഷനിലോട്ട് എഴുതാൻ എങ്ങനെയാണ് കുഞ്ഞുങ്ങൾ എഴുതേണ്ടത്? 1/1 ഭിന്നസംഖ്യയിലോട്ട് എഴുതുമ്പോൾ എന്താ, 1/1 അല്ലേ? 2 എന്ന് പറയുന്നതിനെ ഭിന്നസംഖ്യയിലോട്ട് എഴുതുക. എങ്ങനെ എഴുതും? 2/1 അല്ലേ? 12 എന്ന് പറയുന്നതിനെ ഭിന്നസംഖ്യ എന്ന് വെച്ചാൽ ഫ്രാക്ഷൻ ആണ് കുഞ്ഞുങ്ങളെ. ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് എന്താ, ഇതിനെ 12 എന്ന് പറയുന്നതിനെ ഫ്രാക്ഷനിലോട്ട് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ 12/1. ഒരു മാർക്കിനൊക്കെ ചോദിക്കും കേട്ടോ, ഇതിനെ ഫ്രാക്ഷനിലോട്ട് എഴുതൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാക്ഷനോ ഭിന്നസംഖ്യയോ ഇതിനെ എങ്ങനെ ആക്കാൻ പറ്റും എന്നാലോചിക്കരുത്. അതിൻ്റെ അടിയിൽ ഒരു 1 ഇട്ട് കൊടുക്കുക, ഇത്ര ജോലിയുള്ളൂ. അങ്ങനെയാണ് ഇതൊക്കെ. 1ൻ്റെ അർത്ഥം എന്താ കുഞ്ഞുങ്ങളെ? 1/1 എന്നാണ് അല്ലേ? അതിന് ഈക്വൽ ആണ് ആരാണ്? 2. ഇത് നോക്കിയേ, നമ്മൾ മുമ്പ് പറഞ്ഞ 1 2 3 4 1 2 3 4 വല്ലോ മനസ്സിലായോ? ഇക്വലൻ്റ് ഫ്രാക്ഷൻ നമ്മൾ പഠിച്ചതാ അല്ലേ? ഓർമ്മയുണ്ടോ? അങ്ങനെയെങ്കിൽ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ നമുക്ക് എങ്ങനെ എഴുതാം? 2/1. അപ്പം മുകളിൽ 2 അല്ലേ, അപ്പം 2ൻ്റെ ടേബിൾ മുകളിൽ പോവും. 8 10 എങ്ങനെ എത്ര വേണമെങ്കിലും പോവും. താഴെ 1 ആണ്. അപ്പം 1 2 3 4 5 ഇങ്ങനെ പോവും. അങ്ങനെയെങ്കിൽ 3യെ നിങ്ങൾ ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതൂ. എളുപ്പമാവും നിങ്ങളെ. ഈ പാഠം വളരെ എളുപ്പമാണ് മനസ്സിലാകുന്നവർക്ക്, ഇല്ലാത്തവർക്ക് പാടാം കേട്ടോ. 3 എന്ന് പറയുന്നതിനെ നമ്മൾ ഫ്രാക്ഷനിലോട്ട് എഴുതൂ. 3യെ നമ്മൾ എന്താണ് ഭിന്നസംഖ്യയിലോട്ട് എഴുതാൻ പറഞ്ഞാൽ 3/1. മുകളിൽ 3 ആയതുകൊണ്ട് 3യുടെ ടേബിൾ 3 6 9 12 അല്ലേ? അങ്ങനെ പോവും. താഴെ 1 ആണ്. ഇപ്പോൾ 1 2 3 4 അങ്ങനെ പോവും. ഇപ്പം പിടികിട്ടിയോ കേട്ടോ? പേജ് നമ്പർ 28-ലെയും 29-ൻ്റെയും ഒക്കെ കാര്യങ്ങളാണ് ഈ പറയുന്നത്. സംശയം വല്ലതും ഉണ്ടാവും നിങ്ങളെ? നമ്മൾ ഈ ചാപ്റ്റർ ഫുൾ ഇതിനകത്ത് പറയുന്നുണ്ട്. ഇനി അതിൻ്റെ തൊട്ട് താഴെ നോക്ക്, 6 കേക്ക് കേട്ടോ, 6 കേക്ക് 4 കുട്ടികൾക്ക് ചിൽഡ്രൻസ് ഒരുപോലെ ഈക്വൽ ആയിട്ട് വീതിച്ചാൽ ഓരോരുത്തർക്കും എത്ര കിട്ടും? ക്വസ്റ്റ്യൻ നല്ലപോലെ മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ. 6 കേക്ക്, ഇംഗ്ലീഷ് മീഡിയം ആയാലും മലയാളം മീഡിയം ആയാലും കേട്ടോണേ. 6 കേക്കുണ്ട്. 4 കുട്ടികൾക്ക് ഇത് ഒരുപോലെ വീതി. നിങ്ങളുടെ ടെസ്റ്റിൽ പാഠമുണ്ട്. അത് ഈ കേക്ക് ഞാൻ വരച്ച് വെച്ചേക്കുക, ഞാനെല്ലാം തയ്യാറാക്കി വെച്ചേക്കുക കേട്ടോ, എല്ലാം റെഡിയാക്കി വെച്ചേക്കുക. അലിഞ്ഞു പോകുന്നതിന് മുമ്പേ നിങ്ങളിത് പഠിക്കണേ. ഈ 6 കേക്ക് 4 കുട്ടികൾക്ക് ഒരുപോലെ വീതിക്കുക. നോക്കിയേ, ഞാൻ ഇവിടെ ഒരാളെ നിർത്തിയിട്ടുണ്ട്, ഇവിടെ ഒരാളുണ്ട്. മനസ്സിലാക്കണം കുഞ്ഞുങ്ങൾ. നമുക്ക് 4 പേരുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് 4 പേര്. 4 പേര് ഓക്കെ ആണല്ലോ? 4 പേരും ഓക്കെ ആണല്ലോ? ഈ 4 കുട്ടികൾക്ക് ഒരുപോലെ വീതിച്ചാൽ ഓരോരുത്തർക്കും എത്ര കിട്ടും? 6 കേക്കുണ്ട്. 6 കേക്ക് എന്ന് വെച്ചാൽ ഇപ്പം 4 എണ്ണം നമ്മൾ ഓൾറെഡി ഓരോന്ന് വെച്ച് കൊടുത്തു ഇല്ലയോ? കൊടുത്തല്ലോ. ഇനി എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. എന്തോ ചെയ്യും? കൊടുക്കണ്ടാവുന്നങ്ങ് വെക്കണോ ഇല്ലയോ? ഇങ്ങനെയല്ല കുഞ്ഞില്ലേ. ആ 2 എണ്ണം എന്താ, നമ്മൾ ഇവർക്ക് പകുതി വെച്ച് മുറിച്ച്, ഈ ഒരെണ്ണം എടുത്തിട്ട് പകുതിയാക്കും, ഈ ഒരെണ്ണം എടുത്തിട്ട് പകുതിയാക്കും കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഓക്കെ ആയില്ലേ ഇല്ലയോ? അതിൻ്റെ പേരിൽ അടി വേണമല്ലോ. ഇതിനൊരു എളുപ്പവഴി എന്താണെന്നറിയോ? 6 കേക്ക് നോക്കണേ കുഞ്ഞുങ്ങളെ. 6 കേക്ക് അല്ലേ? 4 കുട്ടികൾക്ക്
വീതിച്ചു കൊടുക്കണം. നമുക്ക് ഈ സംഖ്യ എന്ത് ചെയ്യാന്നറിയോ, ലോവസ്റ്റ് ഫോം നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, ലോവസ്റ്റ് ഫോം അല്ലേ സിംപ്ലസ്റ്റ് ഫോമിലോട്ട് മാറ്റുക. 6 4 ഏതിൻ്റെ ടേബിളിൽ വരും? 2ൻ്റെ ടേബിളിൽ വരും. ഏതാ? 3 2 6 2 2 എന്താ 4 അല്ലേ? ഒരുപോലെയുള്ള ഇത് രണ്ടും അല്ലേ? അത് വെട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെന്താ 3/2 ഇവിടെ കിട്ടുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? 3/2 നോക്കിയേ, ഇവിടുത്തെ അംശം വലുതും ഛേദം ചെറുതുമാവും നിങ്ങളെ. അല്ലെങ്കിൽ ഇതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയാം. ഒരിക്കലും അങ്ങനെ നമുക്ക് വരത്തില്ല. ഒരാൻസറും എന്താ വരയ്ക്ക് മുകളിൽ വലിയതും വരയ്ക്ക് താഴെ, അതായത് ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതുമായിട്ട് ആൻസർ വരില്ല. അപ്പം നമ്മൾ എന്താണെന്നറിയോ, മിക്സഡ് ഫ്രാക്ഷനിലോട്ട് ഇതിനെ അങ്ങ് മാറ്റണം. മിശ്ര ഭിന്നം എന്നൊക്കെ നമ്മൾ പഠിച്ച ഓർമ്മയുണ്ടോ? വിഷമ ഭിന്നം, മിശ്ര ഭിന്നം ഓർമ്മയുണ്ടോ? അത് തന്നെ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഈ 3നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് ഇവിടെ ഞാൻ ചെയ്തിട്ടിട്ടുണ്ട്. എന്നാലും 3നെ 2 കിട്ടിയുമ്പോൾ 1 2 2 ശിഷ്ടം 1, ഇത്രയേ ഉള്ളൂ. ശിഷ്ടം 1 കിട്ടി. ഇനി ഇത് എങ്ങനെയാണ് എഴുതുന്നതെന്ന് അറിയേണ്ട കുഞ്ഞുങ്ങളെ. നമുക്ക് ഈ മുകളിൽ വന്നതാണ് ഇതിൻ്റെ ആൻസർ കറക്റ്റ്. 1 കേട്ടോ, 1. ഇനി നോക്കിയേ, ഈ ലെഫ്റ്റിൽ കിടക്കുന്നതിനെ വേണം താഴെ എഴുതാൻ. കാരണം നമ്മളെന്താ മിക്സർ ഫ്രാക്ഷൻ അല്ലെങ്കിൽ മിശ്ര ഭിന്നം ഓർത്തോണ്ടേ കുഞ്ഞുങ്ങളെ. ഇനി പേരിനി അതല്ല വേറെ ഏതെങ്കിലും ആണ് നോക്കണേ കേട്ടോ. 2 മിക്സർ ഫ്രാക്ഷൻ ആണ് കേട്ടോ. ഈ മിശ്ര ഭിന്നം എന്നൊക്കെ നിങ്ങളെ അങ്ങനെയാണോ പഠിപ്പിക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇവിടെ മുകളിൽ തരുന്ന എത്ര ആണോ അത് ലെഫ്റ്റിൽ എഴുതുക. ലെഫ്റ്റിൽ കിടക്കുന്നതിന് ഇത് പറക്കി എഴുതുന്ന തെറ്റിപ്പോലെ കുഞ്ഞുങ്ങളെ 2. പിന്നെ താഴെ വരുന്നതിന് എപ്പോഴും എടുത്ത് അങ്ങ് മേളിയിട്ടേക്കണം. ആ ഒരു ക്ലൂ നിങ്ങൾ. അപ്പോൾ 1.5 ഇവിടുത്തെ ആൻസർ. 1/2 എന്ന് വെച്ചാൽ ഒരാൾക്ക് 1.5 വെച്ച് കിട്ടുമെന്ന്. 6 കേക്ക് 4 കുട്ടികൾക്ക് ഒരുപോലെ വീതിച്ചാൽ ഓരോരുത്തർക്കും എത്ര കിട്ടുമെന്നാണ് നമ്മുടെ ചോദ്യം. ഇംഗ്ലീഷ് മീഡിയക്കാരും നോക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. ചോദ്യം നോക്കണേ. കേക്കിൻ്റെ ഒക്കെ പടം അതിനകത്ത് ഒത്തിരി കൊടുത്തിട്ടുണ്ട് ടെസ്റ്റിൽ കേട്ടോ. അപ്പം നമുക്ക് ചെയ്യാനുള്ളത്, ഇപ്പം ഇതുപോലെ പടം വരച്ചൊന്നും നിങ്ങൾ ആൻസർ ഷീറ്റിൽ എഴുതണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ, ഇതിനെ അങ്ങ് ലോവസ്റ്റ് ഫോമിലോട്ട് മാറ്റുക കേട്ടോ. നമ്മളത് പഠിച്ചത് അതുകൊണ്ടാണ് കേട്ടോ. ഇതിനെ ലോവസ്റ്റ് അല്ലേ സിംപ്ലസ്റ്റ് അല്ലേ ലഘൂകരിക്കുക. 6ഉം 4ഉം ഏതിൻ്റെ ടേബിളിൽ വരും? 2ൻ്റെ ടേബിളിൽ വരും. എത്ര? 3/2. ആ 3/2 നിങ്ങളുടെ ആൻസർ നോക്കുമ്പോൾ എന്താ വരയ്ക്ക് മുകളിൽ ഒരു കാരണവശാലും വരത്തില്ലയോ എന്നുള്ളതല്ല, അങ്ങനെ വന്ന ഒരു ആൻസർ ആവത്തില്ല കുഞ്ഞുങ്ങളെ. വരയ്ക്ക് മുകളിൽ എന്താ വലിയ സംഖ്യ വരത്തില്ല. അപ്പം നമ്മൾ മാറ്റിയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1.5 കിട്ടും. ഓക്കെ ആണോ? കഴിഞ്ഞ വർഷം നമ്മളിത് പഠിച്ചതാ. അടുത്ത 33 ലിറ്റർ പാല് 12 പേർക്ക് ഒരുപോലെ വീതിച്ചാൽ എത്ര ലിറ്ററാ? 33 ലിറ്റർ പാല് 12 പേർക്ക് ഒരുപോലെ വീതിച്ചാൽ ഓരോരുത്തർക്കും എത്ര ലിറ്റർ കിട്ടും? ഇപ്പം നമ്മൾ ആ ചെയ്ത രീതി തന്നെ ചെയ്താൽ പോരെ കുഞ്ഞുങ്ങൾ. എത്ര? 33 ലിറ്റർ പാല്. വേണേൽ സ്റ്റെപ്പ് വേണേൽ നിങ്ങൾക്ക് എഴുതാം. എത്ര? 30 പാല് അല്ലേ? എത്ര ലിറ്റർ പാലാ? 33. എത്ര പേർക്ക് എന്നൊക്കെ സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണേൽ എഴുതാം. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. ഇതൊക്കെ 1 മാർക്കിൻ്റെ ചോദ്യം. നിങ്ങളെ ആൻസർ മാത്രം എഴുതിയാൽ മതി. അപ്പോൾ നോക്കിയേ, 33 ലിറ്റർ പാല് അല്ലേ? എത്ര പേർക്കാ? 12 പേർക്ക്. നിങ്ങളൊന്ന് നോക്കിക്കേ, ഇത് ഏതിൻ്റെയും ടേബിളിൽ വരുന്നുണ്ടോ? 33ഉം 12ഉം ഏതിൻ്റെങ്കിലും ടേബിളിൽ വരുന്നുണ്ടോ എന്ന് നോക്കുക. 2ൻ്റെ വരുമോ കുഞ്ഞുങ്ങളെ? ലാസ്റ്റിൽ 3 വന്നതുകൊണ്ട് 2ൻ്റെ ടേബിളിൽ എന്തായാലും വരത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ എന്താ ചെയ്യുക? 3ൻ്റെ ഉണ്ടോ നോക്കുക. 2ൻ്റെ പറ്റുമോ നോക്കി. കിട്ടിയില്ലെങ്കിൽ പിന്നെ 3ൻ്റെ ഉണ്ടോ നോക്കുക. ഉണ്ടോ? 3ൻ്റെ ഉണ്ട്. എത്രയാണെന്നറിയോ? 11 3 10 വരെ നമുക്കറിയാം. 10 3 30 വരെ നമുക്കറിയാം. 11 3 33 അല്ലേ? അതുപോലെ തന്നെ 12 എത്ര? 4 3 12 അല്ലേ? അപ്പോൾ ഇതിനകത്ത് ഏതാ? 3ൻ്റെ ടേബിൾ വന്നു. പിന്നെ ഇവിടെ ആരാ ഉള്ളത്? 11/4. ഇതാണ് ഇവിടുത്തെ ആൻസർ. അപ്പം ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നോക്കിക്കേ, അവിടെയും വരയ്ക്ക് മുകളിൽ ആരാ കിടക്കുന്നത്? വലിയ സംഖ്യയാണ്. വരയ്ക്ക് താഴെ ചെറിയ സംഖ്യയല്ലേ കുഞ്ഞുങ്ങളെ? അപ്പം നമ്മൾ എന്ത് ചെയ്യുക? മാറ്റിയിട്ട് ഡിവൈഡ് ചെയ്യുക. എങ്ങനെയാ? 11നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുക. നോക്കിയേ, എത്ര 4 11 വരുന്നുണ്ടോ? ഇല്ല. അപ്പം 2 4 8. 11 8 പോയാൽ എത്ര കുഞ്ഞുങ്ങളെ? ഡിവൈഡ് ചെയ്യാൻ അറിയാവേ. 11 8 പോയാൽ 3 9 10 11 3 അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമ്മൾ എങ്ങനെ എഴുതുന്നു മുമ്പ് പറഞ്ഞു. ഈ മുകളിൽ തരുന്നതാണ് ഇവിടുത്തെ നായകൻ. അപ്പോൾ അയാളെ ഫസ്റ്റ് 2 എഴുതുക. ലെഫ്റ്റിൽ കിടക്കുന്നതിനെ താഴെ എഴുതുക. ഏറ്റവും താഴെ കിടക്കുന്നതിനെ മുകളിൽ എഴുതുക. കണ്ടോ? ഇങ്ങനെയാണ് വരുന്ന ആൻസർ. ഒരാൾക്ക് 33 ലിറ്റർ 12 പേർക്ക് ഒരുപോലെ വീതിച്ചാൽ ഓരോരുത്തർക്കും 2.25 ലിറ്റർ. 2.25 കേട്ടോ. 4ൽ 3 എന്ന് വെച്ചാൽ 3/4. ഓർമ്മയുണ്ടോ? 3/4 ക്വാർട്ടർ. 3/4 മീറ്റർ. ലിറ്റർ ലിറ്ററാവും നിങ്ങളെ. ലിറ്റർ
പാല് കിട്ടും. ഓക്കെ ആണോ? ചെയ്യാൻ എളുപ്പമല്ലേ കുഞ്ഞുങ്ങളെ ഇതിലെ കണക്ക്? ഇതുപോലെ തന്നെ അങ്ങനെയൊക്കെ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അറിയത്തില്ല എന്ന് പറഞ്ഞിരിക്കല്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കി ഇതിൻ്റെ പേജ് നമ്പർ 32 ഇതേലെ കുറേ കണക്ക് ഇതാണ്ട് ചെയ്തിട്ട് 20 ലിറ്റർ വെള്ളം ഒരേപോലെയുള്ള 8 കുപ്പികളിൽ നിറച്ചു. ഓരോ കുപ്പിയിലും എത്ര ലിറ്റർ വെള്ളമുണ്ട്? 20 ലിറ്റർ ഓഫ് വാട്ടർ ഈസ് ഫിൽഡ്. 20 ലിറ്റർ ഓഫ് വാട്ടർ ഈസ് ഫിൽഡ് ഈക്വലി ഇൻറ്റു 8 ബോട്ടിൽ. ഹൗ മെനി ലിറ്റർ ഓഫ് വാട്ടർ ആർ ഇൻ ഈച്ച് ബോട്ടിൽ? ഒരു ബോട്ടിൽ എത്ര കുഞ്ഞുങ്ങളെ? 20 അല്ലേ? 20 ലിറ്റർ ഓഫ് വാട്ടറാണ്. ഏതാ? 8 ബോട്ടിൽ. അപ്പോൾ നോക്കിയേ, ഒരു ബോട്ടിൽ നോക്കൂ കുഞ്ഞുങ്ങളെ, 20/8. 20/8. ചോദ്യം നല്ലതുപോലെ വായിക്കണേ കേട്ടോ. 20/8. അപ്പം നമ്മൾ എന്താ, മുകളിൽ വലിയ സംഖ്യയും താഴെ ചെറിയ സംഖ്യ ഡിവൈഡ് ചെയ്യൂ. നോക്കിയേ, 20നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 2 8 16 ശിഷ്ടം 4. അപ്പം നമുക്ക് എത്ര കിട്ടി? 2 എന്താ ഇതിനെ നമുക്ക് നോക്കൂ നിങ്ങളെ കുറച്ചുകൂടെ എളുപ്പത്തിന്. ഇപ്പം നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. മനസ്സിലായോ? 2 8 4 കണ്ടോ, ഇങ്ങനെയാണ് കിട്ടിയത്. ഇനി അതിനെ കുറച്ചുകൂടെ ചെറിയ ലോവസ്റ്റിലോട്ട് മാറ്റാം. എന്താ, 20/8നെ നമുക്ക് ചെറിയ രീതിയിലോട്ട്, അതായത് സിംപിളസ്റ്റ് ലോവസ്റ്റ് ലഘൂകരിക്കുക. 20ൻ്റെ പകുതി 10 ആണ്, 8ൻ്റെ പകുതി 4 ആണ് അല്ലേ? 10ൻ്റെ പകുതി 5 ആണ്, 4ൻ്റെ പകുതി 2 ആണ്. ഇങ്ങനെ എഴുതാം. ഇതൊരു എളുപ്പ വഴിയാട്ടോ. ലോവസ്റ്റ് ഫോമിലോട്ട് ഇട്ട് ചെയ്യുക എന്നുള്ളത് എങ്ങനെ ചെയ്താലും മതി, നിങ്ങളെ ആൻസർ കിട്ടും. അപ്പം നിങ്ങൾ എത്രയും ചെറിയ രീതിയിൽ ചെയ്യാമെങ്കിലേ നിങ്ങൾക്ക് ആൻസർ എളുപ്പം കിട്ടും, തെറ്റത്തില്ല. ചെറിയ സംഖ്യ ആയതുകൊണ്ട് തെറ്റത്തില്ല. അപ്പം നിങ്ങളെപ്പോഴും ഇങ്ങനെ ചെയ്യുന്നത് നല്ല കേട്ടോ. 20/8 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നിങ്ങളെ ടേബിൾ 20 8 2ൻ്റെ ടേബിളിൽ വരും. എത്ര കുഞ്ഞുങ്ങളെ? 10 2 20 ആണ്, 4 2 8 ആണ്, 5 2 10 ആണ്, 2 2 4 ആണ്. അപ്പോൾ 5/2 ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം നമുക്ക് എങ്ങനെ വരും? കണ്ടേ, 2 2 1. അതെങ്ങനെ എഴുതും? ഏറ്റവും താഴെ കിടക്കുന്ന ആളെ എപ്പോഴും ഏറ്റവും മേളിൽ എഴുതാവൂ കേട്ടോ. കോഷ്യൻ്റ് ആയിരിക്കും എന്ന് വെച്ചാൽ ഹരണഫലമായിരിക്കും എപ്പോഴും ലെഫ്റ്റിൽ കിടക്കുന്നത്. അപ്പം 2.5 ലിറ്റർ ആയിരിക്കും ഒരാൾക്ക് വരുന്നത് കേട്ടോ. ഓക്കെ ആണോ നിങ്ങളെ? പേജ് നമ്പർ 32 ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ്. അടുത്ത 33 ലാസ്റ്റ് നമ്മുടെ എന്താ ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യനുകളാകും നിങ്ങളിത്. എ റോപ്പ് ഓഫ് 140 സെൻറ്റിമീറ്റർ ഈസ് കട്ട് ഇൻ ടു 16 ഈക്വൽ പീസസ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഈച്ച് പീസസ്? 140 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു കയർ ഒരേ നീളമുള്ള 16 കഷ്ണങ്ങളായിട്ട് മുറിച്ചു. ഓരോ കഷ്ണത്തിൻ്റെയും നീളം എത്രയാണ്? ഇവിടെ റോപ്പിൻ്റെ എത്ര കുഞ്ഞുങ്ങളെ? കയറിൻ്റെ പറഞ്ഞിട്ടുണ്ട് 140 ആണെന്നല്ലേ. കട്ട് ഇൻ ടു 16 ഈക്വൽ പീസ്, മൊത്തം 16 ഈക്വൽ പീസായിട്ടാണ് അല്ലേ? ഒരേ നീളമുള്ള 16 കഷ്ണങ്ങളായിട്ടാണ്. അപ്പം നോക്കിയേ, 140 ബൈ എത്ര ആയിരിക്കും? 16. അപ്പോൾ നമ്മൾ പറഞ്ഞു വലിയ സംഖ്യ തന്നു കഴിഞ്ഞാൽ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി എന്താ, അതിനെ സിംപ്ലസ്റ്റ് ഏറ്റവും ചെറിയ രീതിയിലോട്ട് ചെയ്യാം. 140ഉം 16ഉം ലാസ്റ്റ് നോക്കൂ നിങ്ങളെ, ഇവിടെ ലാസ്റ്റ് നമ്പർ ഈ ഒരു ക്ലൂ ഒക്കെ ഓർത്ത് വെച്ചേക്കണം. 0 2 4 6 നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചല്ലേ? 0 2 4 6 8 ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് 2ൻ്റെ ടേബിളിൽ പറ്റും കേട്ടോ. 0 2 നമുക്ക് 2ൻ്റെ ടേബിളില്ലേ, അതല്ലാണ്ട് 0 മുതൽ ഇതൊക്കെ വരികയാണെങ്കിൽ നമുക്ക് 2ൻ്റെ ടേബിളിൽ പറ്റും. അപ്പം നോക്കിയേ, അതും അറിയത്തില്ല എന്നുണ്ടെങ്കിൽ പകുതി കേട്ടോ. ഈ 2ൻ്റെ ടേബിളിൽ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പകുതി എന്നാണ്. 140ൻ്റെ പകുതി 70 ആവും നിങ്ങളെ. 16ൻ്റെ പകുതി 8 ആണ് കേട്ടോ. അത് ഓർത്തോണേ. അപ്പോൾ 70/8. ഇനി ഇതിൻ്റെ പകുതി കാണാം. 70ൻ്റെ പകുതി എത്ര? 35 ആണ്. 8ൻ്റെ പകുതിയോ 4 ആണ് കേട്ടോ. 35/4. നോക്കിക്കേ, ഇവിടെ ആൻസർ നോക്കിക്കേ നിങ്ങളെ. വരയ്ക്ക് മുകളിൽ വലിയ സംഖ്യയാണ്, വരയ്ക്ക് താഴെ ചെറിയ സംഖ്യ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? മാറ്റിയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഈ ആൻസർ ആയിരുന്നു 8.25. 8.25 സെൻറ്റിമീറ്റർ ആണ് റോപ്പിൻ്റെ നമുക്ക് കിട്ടിയത് കേട്ടോ. ഡിവൈഡ് ചെയ്യാനൊക്കെ അറിയാമെങ്കിൽ ഞാൻ പറഞ്ഞ 8 4 32 ബാലൻസ് 3. ഇത് എഴുതുന്ന എവിടെയൊക്കെയാണ് അറിയണേ? കോഷ്യൻ്റ് അല്ലെങ്കിൽ ഹരണഫലം വേണം ലെഫ്റ്റിൽ എഴുതാൻ. ഡിവൈസറിനെ താഴെ എഴുതുക. റിമൈൻഡർ എന്ന് വെച്ചാൽ ശിഷ്ടത്തിനെ ഏറ്റവും മുകളിൽ വേണം എഴുതാൻ കേട്ടോ. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങളെ. 215 kg 215 kg ഓഫ് റൈസ് ഈസ് ഈക്വലി ഡിവൈഡഡ് എമംഗ് 15 പീപ്പിൾ. ഹൗ മെനി കിലോ ഓഫ് റൈസ് ഡസ് ഈച്ച് പേഴ്സൺ ഗെറ്റ്? 215 കിലോഗ്രാം അരി 15 പേർക്ക് ഒരുപോലെ വീതിച്ചാൽ ഓരോരുത്തർക്കും എത്ര കിലോഗ്രാം അരി കിട്ടും? നോക്കൂ നിങ്ങളെ, അരി എത്രയായിരുന്നു? 215. ആൾക്കാർ 15 ഉണ്ട്. 215/15. ഈ 5 എന്തോന്ന് മനസ്സിലായോ? ഈ 5 വന്നു കഴിഞ്ഞാൽ 5ൻ്റെ ടേബിളിൽ വെച്ച് അങ്ങ് ചെയ്തോണം കേട്ടോ. 5ൻ്റെ ടേബിൾ എന്തായാലും നമുക്കറിയാമല്ലോ. അപ്പോൾ എന്താ, 215നെ 5 കൊണ്ടൊന്ന് മാറ്റിയിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം കുഞ്ഞുങ്ങളെ. അപ്പം നമുക്ക് എത്ര വന്നു? 43 വന്നു. ആ 43 ആണിത്. 15നെ മാറ്റിയിട്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 15നെ എത്ര നമുക്ക് ചെയ്യാതെ അറിയാം? 3 5 ആണ് 15. അപ്പം 43/15
3 43നെ 3 വെച്ചൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയേ, നമുക്ക് എത്ര കിട്ടി? 14 കിട്ടി. കണ്ടോ? 14 കോഷ്യൻ്റ് ആണ്. കോഷ്യൻ്റ് 14, അതായത് ഹരണഫലം 14, ഡിവൈസർ 3, റിമൈൻഡർ ശിഷ്ടം 1. ഈ മിക്സർ ഫ്രാക്ഷൻ നല്ലപോലെ അറിയണേ നിങ്ങൾ, ഇത് എവിടെയൊക്കെ പറക്കി എഴുതുമെന്നുള്ളത് കേട്ടോ. ഓക്കെ ആണോ? ഞാനൊരു കാര്യം കാണിക്കുന്നില്ലെങ്കിൽ നോക്കണേ, അതിനി അറിയത്തില്ലെങ്കിൽ പെട്ടെന്നൊന്ന് പറയുന്നുണ്ട്. ഇപ്പം 23 ഡിവൈഡ് 2 എന്ന് പറയുക. കണ്ടോ? ഇതിൻ്റെ നോക്കിയേ, വരയ്ക്ക് മുകളിൽ വലിയ സംഖ്യ, ഇതിന് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്നാണ് പറയുന്നത്. വരയ്ക്ക് മുകളിൽ നമ്മൾ വലിയ സംഖ്യ, വരയ്ക്ക് താഴെ ചെറിയ സംഖ്യ. അപ്പോൾ 23നെ നമ്മൾ 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. 1 2 2 അല്ലേ? പിന്നെ എത്ര ഉണ്ട്? ഒന്നുമില്ല. അപ്പം 10 2 20 അല്ലേ? 10 2 20, ശിഷ്ടം 3. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. 10 2 20. സംശയമുണ്ടോ? അല്ലല്ലോ, 23 അല്ലേ? അപ്പം 11 2 22. 11 2 22. ഇങ്ങനെയല്ല കുഞ്ഞുങ്ങളാണ്ടേ. 23 ഡിവൈഡ് 2. 1 2 2 അല്ലേ? 3 3 2, 1 വെട്ടം, 1 2 2, ബാലൻസ് 1. ഇതാ കേട്ടോ. അപ്പം നമുക്കിവിടെ എത്രയാ? ഇതിനെ നമ്മൾ കോഷ്യൻ്റ് അല്ലെങ്കിൽ ഹരണഫലം അത് വേണം ഫസ്റ്റിൽ എഴുതാൻ കേട്ടോ. ഫസ്റ്റിൽ അതെടുത്ത് എഴുതുക. പിന്നെ എന്തിനെയാണോ നമ്മൾ ചെയ്തത്, അത് താഴ്ത് 2നെയാണ്. ഇനി റിമൈൻഡർ 1, അതായത് ഈ ടിക്ക് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെങ്കിൽ ഏതാണ്ട് ഇവിടെ കിടക്കുന്നതിന് ഇതുകൊണ്ട് ഇൻറ്റു ചെയ്യുക, ഇവിടെ കിടക്കുന്ന കൂട്ടുക. ഇതാ സംഭവം. അതായത് 11 × 2 22, 22 + 1 23. ഇത് കിട്ടണം. മനസ്സിലായോ? 11 2 22, 22 1 23. ഒരെണ്ണോടെ കാണിക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ 13 ഡിവൈഡ് 5 എന്ന് വെച്ചോ. മനസ്സിലായോ? 13നെ നമ്മൾ 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പം 2 5 10, ശിഷ്ടം 3. ഇപ്പം മനസ്സിലായോ? ഇതിനകത്തിലെ കോഷ്യൻ്റ് അല്ലെങ്കിൽ ഹരണഫലത്തിനെ ഫസ്റ്റിൽ എഴുതുക, ഡിവൈസറിനെ താഴെ എഴുതുക, പിന്നെ ശിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡറിനെ മുകളിൽ എഴുതുക. ഓക്കെ. 2 × 5 10, 10 + 3 13. അങ്ങനെ വരുമെന്ന്. അതായത് താഴെ കിടക്കുന്ന സംഖ്യയെ ഇൻറ്റു ചെയ്യണം, മുകളിൽ കിടക്കുന്ന സംഖ്യയെ കൂട്ടണം. ഈ ഒരു റൂളുണ്ട് കേട്ടോ. അതാണ് മിക്സർ ഫ്രാക്ഷൻ. ഓക്കെ ആണോ കുഞ്ഞുങ്ങൾ? നമ്മൾ ഈ ചാപ്റ്റർ ഫുള്ള് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിനി ചാപ്റ്റർ 3 എടുക്കാം. 1ഉം 2ഉം ചാപ്റ്റർ നല്ലപോലെ പഠിക്കണേ കുഞ്ഞുങ്ങളെ. ഞാൻ 1ഉം 2ഉം ചാപ്റ്ററിൻ്റെ ഇനി അടുത്തതൊരു റിവിഷൻ ചാപ്റ്റർ കേട്ടോ. ഹോംവർക്കൊക്കെ തരും, അതൊക്കെ ചെയ്യണേ. ഞാൻ കണ്ട് കമൻറ്റ് ബോക്സിൽ ഹോംവർക്കൊക്കെ ഒരു കുട്ടി ചെയ്തിട്ടേക്കുന്നത്, അത് നോക്കുന്നുണ്ടല്ലോ എന്നറിഞ്ഞത് സന്തോഷം കേട്ടോ. അപ്പോൾ ഈ ചാപ്റ്റർ 2ാമത്തെ ചാപ്റ്ററാണ് നമ്മുടെ ഫ്രാക്ഷൻ ഇൻ വേരിയസ് ഫോംസ്. അത് വൃത്തിയായിട്ട് പാർട്ടായിട്ട് നിങ്ങൾ കയറി കാണണേ കുഞ്ഞുങ്ങൾ കേട്ടോ. ആംഗിൾസ് ആണ് 1ാമത്തെ പാർട്ട്, 2 ഇതാണ്. 2ഉം കയറി കാണണം കേട്ടോ. കണ്ടിട്ട് കമൻറ്റ് പറയണേ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.